ജാസ്മിൻ്റെ വീട്ടുകാരെ ജിൻഡോ വിളിച്ചു. പൊരിഞ്ഞ അടിയാണ് ജാസ്മിനും ജിൻഡോയും കൂടെ രാവിലെ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് നടന്നത്. നന്ദനയുടെ അമ്മയും ചേച്ചിയും വന്നു. ഇതിനകത്ത് കിടന്നുകൊണ്ട് അവരടി ഓടുന്നതൊക്കെ അവർ കേട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഗുമ്മില്ല, ഫാമിലി വീക്കിൻ്റെ ഒരു പവറില്ല. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ നന്ദന സ്റ്റോർ റൂമിൽ ആർക്കും കയറാൻ പറ്റത്തില്ല, ഞാനാണ് ക്യാപ്റ്റൻ, ഞാൻ തീരുമാനിക്കും, ഞാൻ മാത്രമേ സ്റ്റോർ റൂമിൽ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് വളരെ നേരത്തെയാണ്, ഇന്നലെയൊക്കെ ഈ സമയമൊക്കെ ആയപ്പോഴേ ഏതാണ്ട് 11 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്നൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഇന്ന് വളരെ നേരത്തെയാണ്. അപ്പോൾ ബിഗ് ബോസ് ബെല്ലടിക്കുന്നു. അപ്പോൾ നന്ദന സ്റ്റോർ റൂമിൽ എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി തുറക്കുമ്പോഴത്തേക്കുമാണ് നന്ദനയുടെ അമ്മയും അനിയത്തിയും അമ്മയും ചേച്ചിയും സ്റ്റോർ റൂമിൽ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് സായി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദനയുടെ ചേച്ചി അമ്മയൊക്കെ. പിന്നെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു, കാര്യങ്ങൾ പറയുന്നു. നന്ദനയുടെ കുറുമ്പ് തരങ്ങളെല്ലാം എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ അഭിഷേകുമായിട്ടുള്ള ഒരു കോംബോ ഒക്കെ ഏട്ടാ ഇതാണ് അമ്മായി, കുറെ കോമഡി ലെവലിൽ അങ്ങ് പോകുന്നുണ്ട്. ആ പേട്ടക്ലവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നന്ദന വിളിക്കുന്നുണ്ട്. കുറെ രസകരമായിട്ടുള്ളതായിട്ട് പോകുന്നുണ്ട്. നന്ദനയുടെ വീട്ടിലെ കാര്യങ്ങളും മിസ്സിങ്ങുകളും അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഹിന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പോലും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ്. നന്ദന കുളിച്ചില്ലായിരുന്നു രാവിലെ. നന്ദന കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ നന്ദനയുടെ അമ്മയും ചേച്ചിയും കൂടെ റസ്മിൻ റൂം ചുറ്റിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് ക്യാമറ അങ്ങോട്ട് പോവാണ്. ഇവിടെ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നില്ല. പിന്നെ ജാസ്മിൻ ജിൻഡോയുടെ മണ്ടേ കയറുന്നതാണ് കണ്ടത്. നീ എന്നല്ലോ, നിങ്ങൾ എന്തിനെൻ്റെ വീട്ടുകാരെ പറഞ്ഞു? വീട്ടുകാരെ പറയേണ്ട യാതൊരുവിധ ആവശ്യവും നിങ്ങൾക്കില്ല. ഇന്നലെ തന്നെ സിജോ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്തതാണ്. അപ്പം നിങ്ങളത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറയാൻ പറ്റത്തില്ല. അപ്പം ജിൻഡോ പോടി ഇവിടുന്ന്, പോടി ജിൻഡോ, നീയല്ലേ ആദ്യം പറഞ്ഞത്? ജാസ്മിൻ ഇന്നലെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, എപ്പോഴും തമാശ പോലെ ഇരിക്കത്തില്ല എന്ന് ഇന്നലെ ഓൾറെഡി അപ്സരേച്ച് പറഞ്ഞതാണ്. വീണ്ടും നിങ്ങൾ എന്തിനാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജാസ്മിനും ജിൻഡോയും കൂടി പൊരിഞ്ഞ വഴക്ക്. ഇതിൻ്റെ ഇടയിൽ കൂടെ സായി, സിജോ, അഭിഷേക് ഇവരെല്ലാവരും വന്ന് ഒരു വിധം സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട്. അമ്പിനും വില്ലിനും രണ്ടുപേരും അടുക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല, പവർ റൂമിൽ കിടന്നാണ് അടി വിടുന്നു, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല, ഞാനിവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ജാസ്മിൻ ഞാനും ഇവിടെ ഇരിക്കത്തുള്ളൂ. രണ്ടുപേരുടെ യമണ്ടൻ ചിമിട്ടൻ അടിയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ചിമിട്ടൻ അടി. അങ്ങനെ ഈ പറയുന്ന പോലെ അവിടെ ഇവർ അടി കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു വിധം പറഞ്ഞ് ഒതുക്കി തീർത്ത് ജാസ്മിൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ജിൻഡോയുടെ കൂടെ സായും സിജോയും അഭിഷേകോടെ നിൽക്കുന്നു. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നന്ദന കുളിച്ചിട്ട് വരുന്നു. നന്ദനയുടെ വീട്ടുകാരടുത്ത് സായിയും അഭിഷേകവും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫാമിലി വീക്ക് പറഞ്ഞ പോലെ കൊള്ളത്തില്ല, ഒരു രസമില്ല. കാരണം സ്റ്റോർ റൂമിൽ നിന്നാണ് വന്നത്. വീട്ടുകാർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാറ് മാറി സ്റ്റോർ റൂമായി ഒരു രസകരമായിട്ടുള്ള ഗെയിമുകളോ ടാസ്കുകളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഫാമിലി വരാനുള്ള സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഓരോ ഫാമിലി വരാൻ നേരത്ത് നമുക്കൊരു ഫീല് വരുമല്ലോ, ആ ഫീല് പോലും വരുന്നില്ല, ആ ഫീല് പോലും കിട്ടുന്നില്ല. നമുക്ക് പ്രേക്ഷകർക്ക് ആർക്കും കിട്ടുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. അടുത്ത ലൈവ് അപ്ഡേറ്റുകൾ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.